നീറ്റ ജലാറ്റിൻ കമ്പനിയുടെ പരിസര പ്രദേശത്തെ 3 ബ്ലോക്കുകളാക്കി തിരിച്ചായിരുന്നു പഠനം. 50 ഹെക്ടർ ചുറ്റളവിലുള്ള ഒന്നാം ബ്ലോക്കിലാണ് വിബ്രിയോ കോളറയടക്കമുള്ള രോഗാണുക്കളുടെ സാന്നിധ്യം പഠനസംഘം സ്ഥിരീകരിച്ചത്. 10 തരം രോഗാണുക്കൾക്ക് പുറമെ ടോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയയെയും കണ്ടെത്തിയതായി പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ VM നൌഷാദ് പറഞ്ഞു. ഇപ്പോൾ രാസമാലിന്യങ്ങൾക്കപ്പുറം ജൈവ മാലിന്യങ്ങൾ കമ്പനിയുടെ പരിസരത്ത് രൂപപ്പെടുന്നു. അതൊരു പക്ഷേ കമ്പനിയിൽ നിന്ന് നേരത്തെ പുറത്തേക്ക് തള്ളിയ മാലിന്യങ്ങൾ കുന്നുകൂടിയിട്ടാവാം, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് കമ്പനിക്കകത്ത് ഡെപ്പോസിറ്റ് ചെയ്ത മാലിന്യങ്ങളിൽ നിന്നാവാം, അത് ലീച്ച് ചെയ്ത് പുറത്തേക്ക് വരുന്നതാവാം. കമ്പനിയിലെ മാലിന്യങ്ങൾ ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കിവിടുന്ന പൈപ്പിൽ നിന്ന് 2.5 കിലോമീറ്റർ വരെയുള്ള നീരൊഴുക്കിലും രോഗാണുക്കളുടെ സാന്നിധ്യം വ്യക്തമാണ്. മത്സ്യങ്ങൾ ചത്തുപൊന്തിയതിന്റെ കാരണം അപകടകരമായ ജൈവമാലിന്യങ്ങളാണെന്ന് ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടതായും പഠനസംഘം വ്യക്തമാക്കുന്നു. ഏകദേശം ഒരു 1 കിലോമീറ്ററിനകത്ത് നിന്നുകൊണ്ട് എല്ലാ തരത്തിലും ഈ രോഗാണുക്കൾ പടരുന്നുണ്ട്. അപ്പം ബ്ലോക്ക് 1 ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടി കുറവായിരുന്നു ബ്ലോക്ക് 2 കണ്ടത്. അപ്പം ഒരു ബ്ലോക്കിൽ നിന്ന് വേറൊരു ബ്ലോക്കിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ എവിടെയാണോ ഈ കമ്പനിയിൽ നിന്ന് വരുന്ന റോ മെറ്റീരിയൽസ് കെട്ടിക്കിടക്കുന്നത് അതിനനുബന്ധമായിട്ട് കൂടുതലായിട്ട് നമ്മൾ ഈ രോഗാണുക്കളെ കാണുന്നുണ്ട്. നീറ്റ ജലാറ്റിൻ കമ്പനി പുറത്തുവിടുന്ന മാലിന്യങ്ങൾ ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയ പഠന റിപ്പോർട്ട് സർക്കാരിനും പരിസ്ഥിതി സംഘടനകൾക്കും കൈമാറുമെന്ന് സോളിഡാരിറ്റി നേതൃത്വം അറിയിച്ചു. മീഡിയ 1 തൃശൂർ.